ഓക്കെ, ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പൊ ഇന്ന് നമുക്ക് പദം പരിചയപ്പെടാന്നുള്ളത് അല്ലെ, പേജ് നമ്പർ 46 പദം പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇടറുക, ഇടറുക എന്താ നമ്മൾ പറഞ്ഞത്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതിയോ മക്കളെ? ടെക്സ്റ്റിൽ എഴുതിയോ? എല്ലാവരും പെൻസിൽ എടുത്ത് എഴുതിക്കോ കേട്ടോ. ഇടറുക എന്താ പറഞ്ഞത് നമ്മള്? പതറുക അല്ലെങ്കിൽ വിറയ്ക്കുക എന്ന് പറഞ്ഞു. പതറുക. എന്തേ അമന്ന? അൺമ്യൂട്ട് ചെയ്ത് പറയാമന്ന. അല്ലേ, ഓക്കെ. എഴുതിക്കോ എന്നാലേ. പതറുക അല്ലേ? എഴുതാൻ അറിയില്ലേ മക്കളെ? എഴുതരണോ? നെക്സ്റ്റ് വൺ ഏതാണ്? ഊക്ക്. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചാണ് ശക്തി അല്ലേ. അപ്പോ ഊക്ക്, ശക്തി. നിങ്ങൾ മിസ് നോട്ട് എഴുതി തരാം കേട്ടോ. ഏതായാലും ക്വസ്റ്റ്യൻ ആൻസർ എഴുതി തരണ്ടേ? എഴുതി സെൻഡ് ചെയ്ത് തരണ്ടേ? നിങ്ങൾ തെറ്റിക്കരുത് എഴുതിയിട്ട്. ആദ്യത്തത് പതറുക. ഇടറുക, പതറുക. ഇടറുക എന്നാ ഫസ്റ്റ് വണ്ണത്തിന്റെ അർത്ഥം. പതറുക. നെക്സ്റ്റ് വൺ ഊക്ക്. ഊക്ക് എന്ന പദത്തിന്റെ അർത്ഥം ശക്തി അല്ലെങ്കിൽ കരുത്ത്, ബലം എല്ലാം ഇതാ. ശക്തി. ശക്തി, ഊക്ക്, ശക്തി. നെക്സ്റ്റ് വൺ എന്താണ്? ദേഹം, ശരീരം അല്ലേ? ദേഹം, ശരീരം. ശരീരം, ദേഹം, ശരീരം. നെക്സ്റ്റ് വൺ ബലം. ബലം,
ശക്തി അല്ലെങ്കിൽ ഉറപ്പ്, ഏത് എഴുതിയാലും മതി. ശക്തി. ബലം എന്ന പദത്തിന്റെ അർത്ഥാണ്, നിങ്ങൾ അതിന് നേരത്തെ തന്നെ എഴുതണം. ശക്തി. നെക്സ്റ്റ് വൺ ബാലൻ, ആൺകുട്ടി അല്ലെ? ബാലൻ ആൺകുട്ടി. ആൺകുട്ടി. കായെഴുതി, ഊച്ചിനൊട്ടു ഇട്ടായി. എന്താ ഹന്ന? എന്താ ഹന്ന? ബാലൻ ആൺകുട്ടി. എന്താ ഹന്നക്ക് ഡൗട്ട്? ചോദിച്ചോ മോളെ, അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ. അത്രേ പറഞ്ഞുള്ളൂ മോളെ. ആകെ മിസ് ആക്ടിവിറ്റിയില് ആദ്യത്തെ അർത്ഥം എഴുതുകയില് പദം പരിചയപ്പെടാന്നുള്ളതില് ഫസ്റ്റ് വൺ എന്താണ് കണ്ടോ? പേജ് നമ്പർ 46 ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 46 ടേക്ക്. അപ്പൊ കണ്ടോ എന്താണ്? പഠന പ്രവർത്തനങ്ങളില് ഇടറുക, അതിന്റെ അർത്ഥാണ് ഇപ്പൊ മിസ് ഇവിടെ എഴുതിയ പതറുക. ഇടറുക എന്നുള്ളതിന്റെ അർത്ഥം പതറുക. നെക്സ്റ്റ് വൺ ഊക്ക്, ശക്തി. മൂന്നാമത്തത് ദേഹം, ശരീരം. നാലാമത്തത് ബലം, ശക്തി. നെക്സ്റ്റ് ബാലൻ, ആൺകുട്ടി. ബാലൻ ആൺകുട്ടി. അത്ര എഴുതിയുള്ളൂ. 5 വാക്കിന്റെ മീനിങ്, വേർഡ് മീനിങ് ആണ് ഇപ്പൊ എഴുതിയത്. ക്ലിയർ ഇല്ലേ? എന്താ മോളെ കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ മക്കളെ? കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? എറിക്ക്, അനിഹ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഹന്നയുടെ എന്തോ പ്രശ്നമാണ് ഹന്ന. ഇവിടെ കേൾക്കുന്നുണ്ട് മറ്റു കുട്ടികൾക്ക്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ ഇടറുക, പതറുക. നോക്കി എഴുതുക മക്കളെ. ഇടറുക, പതറുക. നെക്സ്റ്റ് ഊക്ക്, ശക്തി. ദേഹം, ശരീരം. ബലം എന്താണ്? ശക്തി അല്ലെ? ബാലൻ ആൺകുട്ടി. അങ്ങനെ 5 വേർഡാണ് അവിടെ ഉള്ളത്. അതിന്റെ മീനിങ് ആണ് ഇവിടെ എഴുതിയത്. നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്? നമുക്ക് എല്ലാവരും എഴുതി കഴിഞ്ഞോ മക്കളെ? ഫിനിഷ് ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ അടുത്തത് കുട്ടികൾ ചേർത്തു വാക്യങ്ങൾ നിർമ്മിക്കുക. കുട്ടികൾ എന്ന പദം ചേർത്തിട്ട് വാക്യം നിർമ്മിക്കുക. എന്താ ഫർഹ ഫാത്തിമ? ഫാത്തിമ മെഹറിൻ അല്ലേ? ഫാത്തിമ മെഹറിനാണ് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ ഫാത്തിമ മെഹറിൻ? പോയോ? ഓക്കെ. എന്താ ഫാത്തിമ? ഫാത്തിമക്ക് കേൾക്കുന്നില്ലേ? ഇപ്പം കേറിയതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം അർത്ഥാണ് ഇപ്പൊ നമ്മൾ ഏത് കളി എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. പഠന പ്രവർത്തനങ്ങൾ അതിൽ ഒന്നാമത്തത് പദം പരിചയപ്പെടാന്നുള്ളതിൽ നോട്ട് ടെക്സ്റ്റ് തന്നെ എഴുതാനാണ് മിസ് പറഞ്ഞത്. എന്ത്? ഇടറുക. കാണിച്ചു തരാം. അത് ഇതാ. ഇടറുക, പതറുക. ഊക്ക്, ശക്തി. ദേഹം, ശരീരം. നെക്സ്റ്റ് ബലം, ശക്തി. ബാലൻ ആൺകുട്ടി. അങ്ങനെ 5 പദങ്ങളുടെ അർത്ഥം എഴുതാൻ.
ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ക്വസ്റ്റ്യൻ ആൻസർ അതില് ഉത്തരം കണ്ടെത്താമെന്നുണ്ട് അല്ലെ? അതിന്റെ റൈറ്റ് സൈഡിൽ കണ്ടോ നിങ്ങള്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എറിക്കേ? എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? കുട്ടികൾ ഒത്തുചേർന്നത് എന്തിന്? എന്തിനാണ് കുട്ടികൾ ഒത്തുചേർന്നത്? കളിക്കാൻ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് എന്താ ആൻസർ? എന്താ ആൻസർ? കളിക്കാനാണ് കുട്ടികൾ ഒത്തുചേർന്നത്. കളിക്കാനാണ് കുട്ടികൾ ഒത്തുചേർന്നത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അത് മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാ, ഇപ്പൊ എഴുതുന്നില്ല കേട്ടോ. അപ്പൊ കളിക്കാനാണ് കുട്ടികൾ ഒത്തുചേർന്നത് അല്ലെ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് എഴുതാത്തവർക്ക് വേണ്ടിയാണ് മിസ് ഷെയർ സ്ക്രീൻ ഉപയോഗിച്ചത്. എഴുതാത്തവർ ബാക്കിയുള്ളവർ എഴുതുക, ഇതിൽ എഴുതി കഴിക്കരുത് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്താണ് അനിക? അനിക അനിക എവിടെ ഇല്ലേ? എന്റെ പേരില് തീർന്നവരാ. ഇതാരാ ഇപ്പൊ ഇതില് വരക്കുന്നേ? ഫാത്തിമ മെഹർ. എപ്പോൾ അത് വായിക്കാൻ പറഞ്ഞു ടീച്ചർ. വായിക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ അനിക. ചിലർ പൊട്ടിച്ചിരിക്കുന്നത് എപ്പോൾ? ചിലർ പൊട്ടിച്ചിരിക്കുന്നത് എപ്പോൾ? എപ്പോഴാണ് ചിലർ പൊട്ടിച്ചിരിക്കുന്നത്? തടഞ്ഞു വീഴുമ്പോൾ. ഓക്കെ, കുട്ടികൾ കാലുകൊണ്ട് ഊക്കിൽ തട്ടിയ പന്ത് തടഞ്ഞ് ചിലർ തടപടാന്ന് വീഴുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചിലർ പൊട്ടിച്ചിരിക്കുന്നത് അല്ലെ? അങ്ങനല്ലേ? കാലുകൊണ്ട് ഊക്കില് തട്ടിയ പന്ത് തടഞ്ഞ് തടപടാന്ന് താഴെ വീഴുമ്പോഴാണ് ചിലർ പൊട്ടിച്ചിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികൾ എന്നും കളിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് കുട്ടികൾ എന്നും കളിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ മിൻഹാജ്? വ്യായാമം, ബുദ്ധിയില്ല കളിയുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? കളിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ തെളിവും ബലവും കൂടും അല്ലെ? തെളിവും ബലവും കൂടുന്നത് കൊണ്ടാണ്. തെളിവും കളിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് തെളിവും ബലവും കൂടുന്നത് കൊണ്ടാണ് കുട്ടികൾ ഇന്നും കളിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. 3 ക്വസ്റ്റ്യനും ഈ അർത്ഥവും കൂടി വേണമെങ്കിൽ മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, നോട്ടിലേക്ക് നിങ്ങളത് പകർത്തി എഴുതണം. അപ്പൊ പാഠം എത്രയാണ്? നമ്മുടെ പാഠം കളി എന്ന പാഠം ഇന്നോ നാളെയോ ആയി മിസ് ആക്കിയില്ല, നോക്കട്ടെ. ഇന്ന് പറ്റുന്നത്ര ഇന്ന് അയച്ചു തരാം. ഓക്കെ, അപ്പൊ കളി എന്ന പാഠത്തിന് തൊട്ട് മുന്നത്തെ പാഠത്തിന് മിസ് തന്നോ ക്വസ്റ്റ്യൻ ആൻസർ? അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലേ? ഉണ്ടല്ലോ. അത് തന്നു. ആരതിയുടെ അത് തന്നില്ലേ? നമ്മള് നെഹ്റുവിന്റെ പാഠത്തിന് തന്നില്ലേ? അപ്പൊ ഇന്നത്തെ ഞാൻ പറ്റുന്നത്ര ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോ അടുത്തത് എന്താണ്? 3 ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരും. നെക്സ്റ്റ് മൂന്നാമത്തത്, കുട്ടികൾ ചേർന്ന് വാക്യങ്ങൾ നിർമ്മിക്കുക എന്നാണ് അല്ലെ? കുട്ടികൾ എന്ന പദം ചേർത്തിട്ട് വാക്യങ്ങൾ നിർമ്മിക്കണം. അപ്പൊ ഓടുന്നു, ഓടുന്നു അവിടെയുണ്ട്. അവിടെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്? കുട്ടികൾ ഓടുന്നു. അപ്പൊ ആടുന്നു എന്താ എഴുതേണ്ടത്? കുട്ടികൾ ആടുന്നു. എഴുതിക്കോ. കുട്ടികൾ അവിടെയുണ്ട്, ആടുന്നു അവിടെയുണ്ട്. രണ്ട് കുട്ടികൾ മേലെ കണ്ടോ? അവിടെയുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ കോളത്തിൽ ആടുന്നു ഉണ്ട്. അപ്പൊ കുട്ടികൾ ആടുന്നു എഴുതുക. റൈറ്റ് സൈഡിലേക്ക് എഴുതുക. ആൻസർ എഴുതിയ മോനെ. അപ്പൊ കുട്ടികൾ ആടുന്നു അല്ലെ? അതാണ് എഴുതേണ്ടത്. കുട്ടികൾ ആടുന്നു.
നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണ്? തുള്ളുന്നു. എന്താ ഇതിന്റെ അന്നേരം? കുട്ടികൾ തുള്ളുന്നു. ഓക്കെ, എഴുതിക്കോ. അടുത്തത് കുട്ടികൾ ചാടുന്നു. അലൻ തോമസ് എഴുതിയോ? അലൻ, കുര്യൻ ജോസഫ് എഴുതുന്നില്ലേ രണ്ടുപേരും? ഞാനിപ്പോ ഇവിടെ എത്തുവേ, നിങ്ങൾ എഴുതി കഴിഞ്ഞ് നോക്കട്ടെ. നിങ്ങൾ എഴുതുന്നുണ്ടോ? വെറുതെ ആന്ന് പറഞ്ഞാണോന്ന് അറിയണ്ടേ? വീട്ടിലേക്ക് വരൂ. ആ, അപ്പൊ തുള്ളുന്നു. നെക്സ്റ്റ് കുട്ടികൾ തുള്ളുന്നു. നെക്സ്റ്റ് ചാടുന്നു. കുട്ടികൾ ചാടുന്നു. അത്രയും കംപ്ലീറ്റ് ചെയ്യണം. ഷിഫാന ഫിനിഷ് ആണോ ഷിഫാന? ഓക്കെ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് നാലാമത്തെയാണ്. എന്താണ്? പുതിയ പദങ്ങൾ നിർമ്മിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. പുതിയ പദങ്ങൾ നിർമ്മിക്കുക. ഇത്രയും ഫിനിഷ് ആയോ എല്ലാവർക്കും? അടുത്തത് വായിച്ചോട്ടെ മിൻഹാജ്. നാലാമത്തത് പുതിയ പദങ്ങൾ നിർമ്മിക്കുക. അതില് നേരെ, അതിന് നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നേര്, നേരം അല്ലെ? നേര്, നേരം. അപ്പൊ ചന്ത നമുക്ക് രണ്ട് പദങ്ങൾ ഉണ്ടാവും അല്ലെ? ചന്തം, ചന്തം, ചന്ദനം, ചന്താന്ന് വരണം അതില്. ആ ഇന്ത അല്ലല്ലോ ചന്ദനത്തിന്. ഇത് പന്ത് എന്നുള്ള ആ ഇന്ദയാണ്. അപ്പൊ അതല്ല. ചന്ത്, ചന്തം, പിന്നെയോ ചാന്ത്. ചന്തം ഒന്ന് ഭംഗി എന്നുള്ള ചന്തം. നെക്സ്റ്റ് ചാന്ത്. അപ്പൊ ചന്തം എങ്ങനെ നിങ്ങൾ എഴുതുക? എഴുതിക്കോ. ചന്തം എങ്ങനെ എഴുതും? എഴുതാൻ അറിയോ മക്കളെ? ഏതെന്തായാണ് വേണ്ടത്? ഏതെന്തായാണ് വേണ്ട മക്കളെ? ചന്തം എങ്ങനെ എഴുതണം? അടി കിട്ടും ഫാത്തിമക്ക്. ഫാത്തിമ മെഹർ ഇതിൽ എഴുതുന്നത് കൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ചന്തം എന്നാണ് ആദ്യം എഴുതേണ്ടത്. നല്ല നീറ്റിൽ എഴുതണേ മിസ്. മൗസ് കൊണ്ട് എഴുതുന്നോണ്ടാണ് എന്തെല്ലോ ആവുന്നത്. ചന്തം ഒന്ന്. നെക്സ്റ്റോ ഒരു കോമ ഇടുക. ഈ കളറിലൊരു ഭംഗിയില്ല അല്ലെ? കറുപ്പെടുത്തത്. ഓക്കെ, എന്നിട്ട് ഒരു കോമ ഇടുക. എന്നിട്ട് എന്ത് എഴുതുക? ചാന്ത് അല്ലേ? ചായ എഴുതുക. ആ എന്ന ചിഹ്നമിട്ടു. അങ്ങനെ ശ്രദ്ധിച്ചെഴുതി. നിങ്ങൾക്ക് ഇനി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഇന്ത തന്നെ വരണം. ചന്ദനത്തിന് ഈ ഇന്ത അല്ല കേട്ടോ. ചാന്ത്. ഇതാണ് ചന്തം കോമ ചാന്ത്. ചന്തം കോമ ചാന്ത്. നെക്സ്റ്റ് വൺ എന്താണ് വരുക? ചിന്ത എഴുതാവണമെങ്കിൽ അല്ലെ? ഇഷ്ടം പോലെ വാക്കുകളുണ്ട്. ചിന്ത ഉണ്ട്, ചീന്ത് അല്ലെ? ചെന്തി, ചെന്താമര ഒക്കെ എഴുതാ. രണ്ടെണ്ണം എഴുതിയാൽ മതി. ചന്തം, ചാന്ത്. നെക്സ്റ്റ് വൺ എന്താണ്? കളം അല്ലെ? കളം. അപ്പൊ കളം എന്നുള്ളതിന് നമ്മൾ എന്താ എഴുതുന്നത്? കള അല്ലെ? കള പറിച്ചു കളയുക എന്ന് പറയുന്നില്ല നമ്മള്. കള, പുല്ലുന്നില്ല അർത്ഥത്തില് കള. നെക്സ്റ്റ് കിളിയുണ്ട് അല്ലെ? കാളയുണ്ട്, കളിയുണ്ട്. ഓക്കെ, കളി, കള, കളി. അപ്പൊ നമുക്ക് ചെറുതായിട്ട് നോക്കി രണ്ടെണ്ണം എഴുതാം. കള,
കളക്കൽ. കള കോമിടുക കളി. കളയല്ലേ കള. അപ്പോ കള കോമ കളി. നെക്സ്റ്റ് വൺ എന്താണ്? പന്തി അല്ലെ? പന്തി എന്നുള്ളത്. അപ്പൊ ഈ കള കളി കുളി കിളി ഇതൊക്കെ വരുവേ ഇതില്. നെക്സ്റ്റ് പന്ത് അല്ലെ? പന്തി എന്നുള്ളത് പന്ത് പന്തം അല്ലെങ്കിൽ പന്തം. ഉന്തി എന്നല്ല എഴുതാവണമെങ്കിൽ പന്ത് പന്തം അത് രണ്ടും എഴുതാം. പന്ത് ബോള്. പന്ത് പന്തം. പന്തം. പന്ത് കോമ പന്തം. അപ്പൊ ആയില്ലേ? നേരെ എന്നുള്ളത് നേര് നേരം. ചന്ത ചന്ത എന്നുള്ളത് എന്ത് നമ്മൾ എഴുതിയത്? ചാന്ത് ചന്തം. നെക്സ്റ്റ് കളം കള കളി. അത് കഴിഞ്ഞ് പന്ത് പന്തം അല്ലെ? പന്തി എന്നുള്ളത് നേരെ പന്തം പന്ത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്താണ് വരുന്നത്? ടീച്ചറോട് പറയുക എന്നാണ് അടുത്തത് അല്ലേ? എന്താണ് പറയേണ്ടത് നമുക്ക് നോക്കാം അല്ലെ? എന്താ പറയേണ്ടത്? ഇഷ്ടമില്ല കളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെ കുറിച്ച് ടീച്ചറോട് പറയുക. നമ്മൾ ക്ലാസ് വായിച്ചു പഠിച്ചു. ഓക്കെ, നേരത്തെ വായിച്ചു പഠിച്ചു. ഏത് കളിയെ പറ്റിയാണ് മിൻഹാജ് പഠിച്ചത്? ഫുട്ബോള്. അതെ അല്ലേ? അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെ കുറിച്ച് ടീച്ചറോട് പറയുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാരും ഓരോരോ കളി, ഏതെങ്കിലും ഒരു കളി ഇഷ്ടമുണ്ടാവുമല്ലോ, ഒരു പ്ലേ അല്ലെ, ഒരു ഗെയിം അല്ലെ? അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ ഒരു ചെറിയ പീസ് പേപ്പറിൽ എഴുതുക. എന്ത് എഴുതുക? ഫുട്ബോള്. ഏത് കളിയെ കുറിച്ചാണെങ്കിലും, അതായത് നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ഉന്മേഷം തരുന്ന, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കളികളായിരിക്കണം അല്ലെ? ഒരു ഗെയിം, ഏത് കമ്പ്യൂട്ടർ ഗെയിം ഒന്നും അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കളി എന്ന പാഠത്തില് അർത്ഥമാക്കി. എന്താണ് കളി എന്ന പാഠത്തിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? കളി എന്നാൽ കമ്പ്യൂട്ടർ ഗെയിമുകളല്ല അല്ലേ? എന്താ പഠിച്ചത് നമ്മള്? പറഞ്ഞല്ലോ മിസ്. അത് പ്രത്യേകിച്ച് കളി അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതായിരിക്കണം അല്ലെ? അതുപോലെ തെളിവും ബലവും നൽകുന്നതായിരിക്കണം. അതാണ്, അങ്ങനത്തെ കളിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫുട്ബോള് ഫിസിക്കലായിട്ട് നമുക്ക് മനസ്സിന് ഉന്മേഷവും ഒക്കെ തരുന്നത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു കളി നിങ്ങൾ എഴുതുക. ഓക്കെ, എല്ലാ മക്കളും എഴുതണേ. ആരെങ്കിലും ഒരാളൊന്നും എഴുതിയാ പോരാ. നെക്സ്റ്റ് ആറാമത്തെ എന്താണ് പ്രവർത്തനം? ചൊല്ലി രസിക്കാം എന്നാണ്. എന്താണ്? നിങ്ങൾ പാടി നോക്കിയോ? തത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ. ശരിക്കും പാടാ. കോഴി കൊത്തല്ലേ. കോഴി കൊത്തിയാലോ എന്റെ മാല പൊട്ടൂലേ. കോഴി കൊത്തിയാലോ എന്റെ മാല പൊട്ടൂലേ. മാല പൊട്ടിയാലോ എന്നെ അമ്മ തല്ലൂലേ. അമ്മ തല്ലിയാലോ എന്നെ വലിച്ചെറിയൂലേ. വലിച്ചെറിഞ്ഞാലോ എന്നെ ചിതലരിക്കൂലേ. ചിതലരിച്ചാലോ എന്നെ കോഴി കൊത്തൂലേ. അതാണ് പാട്ട്. എല്ലാവരും പാടി രസിക്കണേ. എന്താണ്? പാടാൻ പറ്റുന്നുണ്ടോ എല്ലാ മക്കൾക്കും? ഉണ്ടോ? എന്താണ്? ഒന്നുകൂടി പാടാ. രാരിത്തത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ. കോഴി കൊത്തിയാലോ എന്റെ മാല പൊട്ടൂലേ. മാല പൊട്ടിയാലോ എന്നെ അമ്മ തല്ലൂലേ. അമ്മ തല്ലിയാലോ എന്നെ വലിച്ചെറിയൂലേ. വലിച്ചെറിഞ്ഞാലോ എന്നെ ചിതലരിക്കൂലേ.
ചിതലരിച്ചാലോ എന്നെ കോഴി കൊത്തൂലേ. എന്നാണ് പാട്ട്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? പാടി പാടി രസിക്കണേ. ഓക്കേ, പാടാൻ കിട്ടുന്നുണ്ടോ നോക്കിയേ എല്ലാ മക്കളും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് പഠിക്കേണ്ടത് അറിയോ? അടുത്തൊരു നെക്സ്റ്റ് പാടാണ് എന്ത്? ക്രിസ്മസ് സമ്മാനം എന്നാണ് പാട്ടിന്റെ പേര്, അല്ല പാടത്തിന്റെ പേര്. ക്രിസ്മസ് ആണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഏകദേശം കറക്റ്റ് സ്ഥലത്തിലും സമയത്തിലാണ് ഓടുന്നുണ്ട് നമ്മുടെ പാഠം അല്ലേ? അപ്പോ ഇത് വായിക്കാത്ത കുട്ടികളായിരുന്നു അധികവും ഉള്ളത് അല്ലേ? നമ്മൾ പാഠം വായിച്ചോ? എത്ര പേര് വായിച്ചു ഇന്ന് ക്ലാസ്സിന്? ആരും വായിച്ചില്ല? ഷിഫാന വായിച്ചോ? മിൻഹാജ് വായിച്ചു, ഷിഫാന വായിച്ചു, പിന്നെ അമന്യൊന്നും വായിച്ചില്ല. പിന്നെ ആലൻ വായിച്ചോ? ആരും കൈപൊക്കുന്നില്ല, കുറെ പേര്. അപ്പോ വായിക്കാൻ ഇന്ന് ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ ഈ പഠന പ്രവർത്തനം കഴിഞ്ഞു. നമ്മുടെ ഈ കളി എന്ന പാഠഭാഗം കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായോ അത്? ഓക്കെ. അപ്പോ നിങ്ങൾ ഇങ്ങനത്തെ കളികളാണ് നിങ്ങൾ ശീലിക്കേണ്ടത്. അപ്പോ നമുക്ക് നമ്മുടെ ശരീരത്തിന് തെളിവും ബലവും തരുന്ന കളികളാണ് കുട്ടികൾ കളിക്കേണ്ടത്. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ആരാ ഇന്നൊന്ന് പാടുന്നേ? നമുക്കിനി ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ആരാ പാടുന്നേ? കഴിഞ്ഞ ക്ലാസ് പാടാത്ത ഒരാളെ പാടിക്കാം. ആരാണ്? കുറെ പേര് കേൾക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, ആൻസൺ ഒന്ന് പാടി. ആൻസൺ. അതല്ല ഡാട്ടെ, കളി എന്ന പാഠം നമ്മുടെ. നേരാണയ്യ രസം ഇപ്പോൾ, നേരം 4:30 നേരെ ചേർന്നു കളിപ്പാനി ഓരോ കുട്ടികൾ കൂടുന്നു ചില കുട്ടികൾ. ഓടുന്നു ചില കുട്ടികൾ, നിന്നാടുന്നു ചിലർ, തുള്ളുന്നു താടി ചിലരുടെ കാലിടറി കൂടിത്തറമേൽ വീഴുന്നു. കുട്ടികൾ കാലുകൾ കുടുക്കിൽ തട്ടിയ പന്തു തടഞ്ഞു ചിലർ, മുട്ടിത്തടപ്പട വീഴുമ്പോൾ ചിലരു ചിരിക്കുന്നു. കളി കൊണ്ടെങ്ങനെ ദേഹത്തിൽ തെളിവും ബലവും കൂടുന്നു. കുളിയൂൺ എന്നിവ പോലെന്നും കളിയും ബാലനു വേണ്ടതു താൻ. നെക്സ്റ്റ് ഒരാൾക്കും കൂടെ പാടാനുള്ള ടൈം ഉണ്ട്. ആരാ പാടുന്നേ? ഓക്കെ, അമന്ന. നേരാണയ്യ രസമിപ്പോൾ, നേരം 4:30 നേരെ ചേർന്നു കളിപ്പാനിന്നോരോ കുട്ടികൾ കൂടുന്നു. ഓടുന്നു ചില കുട്ടികൾ, നിന്നാടുന്നു ചിലർ, തുള്ളുന്നു ചാടി ചിലരുടെ കാലിടറി കൂടിത്തറമേൽ വീഴുന്നു. കുട്ടികൾ കാലുകൾ കൊണ്ടൂക്കിൽ തട്ടിയ പന്തു തടഞ്ഞു ചിലർ, മുട്ടിത്തടപട വീഴുമ്പോൾ പൊട്ടിച്ചിലരു ചിരിക്കുന്നു. കളി കൊണ്ടിങ്ങനെ ദേഹത്തിൽ തെളിവും ബലവും കൂടുന്നു. കുളിയൂൺ എന്നിവ പോലെന്നും കളിയും ബാലന് വേണ്ടതു താൻ. നെക്സ്റ്റ് അനിഹ. പാഠം 11. കളി. നേരാണയ്യ രസമിപ്പോൾ, നേരം 4:30 നേരെ ചേർന്നു കളിപ്പാനി ഓരോ കുട്ടികൾ കൂടുന്നു. ഓടുന്നു ചില, നിന്നാടുന്നു
ചില തുള്ളുന്നു, ചാടി ചിലരുടെ കാലിടറി, കൂട്ടിൽ തറമേൽ വീഴുന്നു, കുട്ടികൾ കാലുകൾ കൊണ്ടൂക്കിൽ, തട്ടിയ പന്തു തടഞ്ഞു ചിലർ, മുട്ടി തടപട വീഴുമ്പോൾ പൊട്ടിച്ചിലരു ചിലരു ചിരിക്കുന്നു. കളികൊണ്ട് ഇങ്ങനെ ദേഹത്തിൽ തെളിവും ബലവും കൂടുന്നു, കുളിയൂൺ എന്നിവ പോലെന്നും കളിയും ബാലനും വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു മക്കളെ. അടുത്ത ദിവസം ഞാൻ എല്ലാ മക്കളെയും കൊണ്ട് വായിപ്പിക്കാം കേട്ടോ. എല്ലാവരും നല്ലപോലെ വായിച്ചു പഠിച്ചിട്ട് വരണം. ഓക്കെ, ബൈ.